എന്താ സംഭവിച്ചത്? അത് എന്തായാലും ഞങ്ങളെ രക്ഷിക്കാൻ അഭിയേട്ടനെങ്കിലും എത്തിയല്ലോ. അല്ല, ഇന്ന് അഭിയേട്ടന്റെ കല്യാണ ദിവസമല്ലേ? എന്നിട്ട് അഭിയേട്ടൻ എങ്ങനെ ഇവിടെ എത്തിയത്? നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ സഹായിക്കുക എന്നുള്ളതേ എൻ്റെ ഒരു നിയമമായിട്ട് കൂട്ടിക്കോളൂ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? ഒപ്പം ഉണ്ടായിരുന്ന തണലിൽ നിന്ന് നിങ്ങൾ സ്വയം ഇറങ്ങിപ്പോയതുകൊണ്ടല്ലേ ഈ ആപത്തൊക്കെ ഉണ്ടായത്. എന്തിനായിരുന്നു? എന്ത് തണലിനെ കുറിച്ചായി പറയുന്നത്? അഭിയേട്ടന് എന്തറിയാം? അഭിയേട്ടൻ ഉദ്ദേശിച്ചത് അമൃതേച്ചിയാണെന്ന് മനസ്സിലായി. പക്ഷെ ഞങ്ങൾ ആരും കരുതിയതുപോലെ ഒരാളല്ലായിരുന്നു അമൃതേച്ചി. ചേച്ചിക്ക് ഞങ്ങളൊരു ബാധ്യതയാ. അത് വ്യക്തമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാ ഞങ്ങൾ കല്യാണ മണ്ഡപം വിട്ടിറങ്ങിയത്. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? അമൃതയ്ക്ക് നിങ്ങൾ എങ്ങനെ ഒരു ബാധ്യതയാവുന്നത്? ചേച്ചിയെ പോലെ അല്ല, ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നല്ലേ അമൃത നിങ്ങളെ നോക്കിയത്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണോ മനസ്സിലാക്കാൻ? ഒന്നും മനസ്സിലാവാതെ പോയത് അഭിയേട്ടനാ. പുറമെ കാണുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. എന്തൊക്കെ പറഞ്ഞാലും അമൃത ഒരിക്കലും നിങ്ങളെ മറന്ന് പെരുമാറില്ല. നിങ്ങളെ കൈവിട്ടുകൊണ്ട് അവളൊന്നും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. ഇങ്ങനെയൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ മാത്രം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ആരാ നിങ്ങൾക്ക് ഈ അസംബന്ധം കോതി തന്ന്? ഇത്ര ബുദ്ധിയില്ലാതെ പോയല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. പക്ഷെ ജനിച്ച നാള് മുതൽ നിങ്ങൾ കാണുന്നല്ലേ അമൃതയെ. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്കറിയില്ലേ അമൃതയെ? ഇത് ഞങ്ങളുടെ തെറ്റിദ്ധാരണയല്ല, ഞങ്ങളുടെ അനുഭവമാ. ഇപ്പോഴും അമൃതേച്ചിയെ കണ്ണടച്ച് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും അഭിയേട്ടൻ. അതുകൊണ്ടാ അഭിയേട്ടൻ ഇതൊന്നും മനസ്സിലാവാത്തത്. ശരി, എന്തായാലും കഴിഞ്ഞൊക്കെ പോട്ടെ. ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവർ വന്നതിന് ശേഷം സ്റ്റേഷനിലേക്ക് പോകാം. നിങ്ങളൊരു പരാതി എഴുതി കൊടുത്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ വീട്ടിലാക്കാം. അത് വേണ്ട അഭിയേട്ടാ. വേണ്ടെന്നോ? നിങ്ങളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ആ ഗുണ്ടകൾക്കെതിരെ പരാതി കൊടുക്കാതെ പിന്നെ? അതല്ല, ഞങ്ങളിന്ന് വീട്ടിലേക്കില്ലെന്ന് പറഞ്ഞതാ. ഞങ്ങളുടെ തീരുമാനം തന്നെയാ. എടുത്തു ചാടി തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വരട്ടെ. ഒരു പ്രാവശ്യം അത് ചെയ്തതിന്റെ ഫലം നിങ്ങളിപ്പോ അനുഭവിക്കുന്നില്ലേ? ഞാൻ അമൃതയെ വിവരം അറിയിക്കാം. അവളൊന്ന് വന്നോട്ടെ. നിങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ട് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എന്നാര് പറഞ്ഞു? ചേച്ചി ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ കാലെടുത്ത് വെച്ചിട്ടുണ്ടാവും. ഞങ്ങള് പോയത് നന്നായിന്നായിരിക്കും ചേച്ചി ചിന്തിക്കുന്നത്. ഇനി ചേച്ചിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങളില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.